ഗുഡ് മോർണിംഗ് അഖില. ഗുഡ് മോർണിംഗ് ശ്രീജ. നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. തിങ്കളാഴ്ചയാണ്, അവധി ദിവസമല്ല എങ്കിൽ കൂടി ആകെ മൊത്തം ഓണ വൈബാണ്. തീർച്ചയായിട്ടും. എന്തായാലും ആഘോഷത്തിന് സർക്കാർ ഇന്ന് ഔദ്യോഗികമായി തുടക്കമിടുകയാണ്. അതോടെ ഓണം കളറാകും എന്ന് ഉറപ്പ്. നാളെ ഉത്രാടപ്പാച്ചിലാണ്, അതിന് മുന്നേ തന്നെ ഓണപ്പാച്ചിൽ അങ്ങ് തുടങ്ങിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാവരും അവസാന വട്ടത്തിൽ ഒരു ഉത്രാടപ്പാച്ചിലിന് മുമ്പുള്ള ഒരു പാച്ചിൽ, അതാണ് ശരിക്കും ഇപ്പം നടക്കുന്നത്. ഒപ്പം മഴ തടസ്സമാകുമോ എന്നുള്ള ഒരു ആശങ്ക രാവിലെ മുതൽ എല്ലായിടത്തും നന്നായി മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഓണം മഴയിൽ മുങ്ങുമോ എന്നുള്ള ഒരു ആശങ്കയൊക്കെ ആളുകൾക്കുണ്ട്. എന്തായാലും നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, നല്ല ചിന്തകൾ എപ്പോഴും നല്ലൊരു ദിവസത്തിന്റെ തുടക്കമാകും. അങ്ങനെ നല്ല ചിന്തകളോടെ മുന്നോട്ട് പോകട്ടെ. നല്ല ദിവസമായിരിക്കട്ടെ. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. നാളെ 3 ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടലാക്രമണ സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ മുന്നറിയിപ്പ്. ഓണം പടിവാതിൽക്കലെത്തി. ആഘോഷം കൊഴുപ്പിക്കാനൊരുങ്ങി നാടും നഗരവും. ടൂറിസം വാരാഘോഷത്തിന് ഇന്ന് തിരിതെളിയും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സർക്കാരിന് തിരിച്ചടിയായ വഖഫ് വിഷയത്തിലെ സമസ്ത സെക്രട്ടറി ഉമർ ഫൈസിയുടെ വിമർശനം. RSSനൊപ്പം നിന്ന് സർക്കാർ തരം താഴുന്നു എന്ന് രൂക്ഷ വിമർശനം. സമസ്തയിലെയും ലീഗിലെയും നേതാക്കളുടെ പ്രതികരണങ്ങൾക്ക് ഇന്ന് സാധ്യത. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്ന് ചൈനയിൽ. മുഖ്യ അജണ്ട അതിർത്തി ചർച്ചകൾ. ഡോവലിന്റെ സന്ദർശനം ബ്രിക്സ് ഉച്ചകോടിക്കായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇന്ത്യയിലെത്തുന്നതിന് മുന്നോടിയായി. കേന്ദ്ര സർക്കാരിനെതിരെ വീണ്ടും പ്രതിഷേധത്തിനൊരുങ്ങി കോക്രോച്ച് ജനതാ പാർട്ടി. ഭാവി സമര പരിപാടികൾ പ്രഖ്യാപിക്കുന്നതിനായി ഇന്ന് നിർണായക യോഗം. ജന്തർ മന്ദറിലെ സമരം പിൻവലിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്ന് ആരോപിച്ച CJP. കൊളംബോ ടെസ്റ്റിൽ ശ്രീലങ്കയ്ക്കെതിരെ മികച്ച സ്കോറിനായി ഇന്ത്യ. 5-ന് 300 റൺസ് എന്ന നിലയിൽ രണ്ടാം ദിനം ബാറ്റിംഗ് പുനരാരംഭിക്കും. ജുറലും ജെയിനും ക്രീസിൽ. ഇന്ത്യക്ക് കരുത്തായത് ദേവദത്ത് പടിക്കലിന്റെ സെഞ്ചുറി. മഴ ഒരു ആശങ്കയുണ്ടാക്കുമോ? ഓണം ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ മഴ പ്രശ്നമുണ്ടാക്കുമോ എന്നുള്ള ഒരു ആശങ്ക നമുക്ക് ഇല്ലാതില്ല. എല്ലായിടത്തും മഴ പെയ്യുകയാണ്. നമ്മളൊക്കെ രാവിലെ ഒരുപാട് നനഞ്ഞിട്ടൊക്കെ ഓഫീസിലെത്തിയ ആളുകളാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും മഴയുടെ വിശേഷങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഓണവും അടുത്ത് ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മഴ ഉണ്ടാക്കുന്ന ആശങ്കകൾ എന്നൊക്കെ അറിയേണ്ടത്. ശ്രീജ, അങ്ങോളം ഇങ്ങോളം അറിയണം. അതുകൊണ്ട് നമ്മുടെ 3 റീജിയനിലെ ആൾക്കാർ ഒപ്പം ചേരുകയാണ്. അവരിലേക്ക് ചോദിക്കാം നമുക്ക്, അല്ലേ? തീർച്ചയായിട്ടും. പ്രശാന്ത് ഉണ്ട്, ഒപ്പം തന്നെ രജിത്ത് ഉണ്ട്, അതുപോലെ തന്നെ രേഷ്മയുണ്ട്. ആദ്യം പ്രശാന്തിലേക്ക് പോവുകയാണ്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. മൊത്തം മഴയാണ്, പക്ഷേ ഓണം ഇങ്ങെത്തി. അതുകൊണ്ട് തന്നെ ഒരു ആശങ്കയുടെ ഒരു സാഹചര്യം ഉണ്ടോ? മൊത്തത്തിൽ ഇപ്പോൾ മധ്യ കേരളത്തിലെ വിവരങ്ങൾ നൽകാനാണല്ലോ പ്രശാന്ത് നിൽക്കുന്നത്. മധ്യ കേരളത്തിലെ ഒരു സ്ഥിതി എങ്ങനെയാണ്? ശ്രീജ, ഗുഡ് മോർണിംഗ് അഖില. ഏതായാലും മഴയാണ് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി ഇപ്പോൾ ഓണം ആഘോഷത്തിനും ഓണം ആഘോഷങ്ങൾക്കൊക്കെ വിലങ്ങുതടിയായി നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെയൊക്കെ തന്നെ വൈകിട്ടൊക്കെ തന്നെ മഴ പെയ്തതുകൊണ്ട് തന്നെ ജനങ്ങൾ പിന്നീട് പുറത്തിറങ്ങാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു. ഏതായാലും വലിയ ഒരു പ്രതീക്ഷയാണ് എല്ലാവരും മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇന്നും മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. മധ്യ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇടുക്കി, അതുപോലെ തന്നെ പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ, കൊല്ലം ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ് അതിശക്തമായ മഴ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ എറണാകുളത്തും തൃശ്ശൂരും മഴ പറയുന്നുണ്ട്. 8 ജില്ലകളിലാണ് നിലവിൽ സംസ്ഥാനത്ത് യെല്ലോ അലർട്ട് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ശ്രദ്ധേയമായ കാര്യം. മറ്റൊന്ന്, ഈ മഴയുടെ അലർട്ട് നിൽക്കുമ്പോൾ തന്നെ തീരദേശ മേഖലയിൽ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. ഒപ്പം തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിനുണ്ട്. 1 മീറ്റർ മുതൽ 1.5 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉയരാനുള്ളൊരു സാധ്യതയാണ് പ്രധാനമായും പറയുന്നത്. അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊന്നെന്ന് പറയുന്നത്, ഇടിമിന്നൽ ജാഗ്രത നിർദ്ദേശം കൂടി ഈ ഘട്ടത്തിൽ നൽകിയിട്ടുണ്ട്. അതിശക്തമായ ഇടിമിന്നലുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി ഉണ്ട്. മലയോര മേഖലയിൽ കുറെ കൂടി ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഇതാണ് അലർട്ടുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ പൂരാടമാണ്. സ്വാഭാവികമായും ഓണത്തിന്റെ വലിയ തിരക്കിലേക്ക് മലയാളികൾ എത്തുന്ന ഒരു ദിവസമാണ്. ഇന്ന് കനത്ത മഴ പെയ്യുകയാണെങ്കിൽ അത് കച്ചവട സംവിധാനത്തെയും ഒപ്പം തന്നെ ജനങ്ങളുടെ ഓണ ആഘോഷത്തെ ഉൾപ്പെടെ അത് ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇന്നലെയും അത് പല സ്ഥലങ്ങളിലും ദൃശ്യമായതാണ് ശ്രീജ, അഖില.
ശരി, നമുക്കിനി രജിത്തിലേക്ക് പോകേണ്ടതുണ്ട്. തെക്കൻ കേരളത്തിൽ രാവിലെ മുതൽ മഴയാണ്. അതായത് പലയിടത്തും വെള്ളം കയറുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു. അത്ര ശക്തമായി മഴ പെയ്യുകയാണ്. രജിത്ത് വിവരങ്ങൾ നൽകും. രജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ മഴയാണ് പ്രശാന്ത് സൂചിപ്പിച്ച പോലെ ഓണം, ആ മഴ ഏതെങ്കിലും തരത്തിൽ ഓണത്തിൻ്റെ ആ ഒരു ആഘോഷങ്ങളുടെ മോടി കുറയ്ക്കുമോ എന്നുള്ളൊരു ആശങ്കയാണ് ആളുകൾക്കുള്ളത്. എങ്ങനെയാണ് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലെ ഒരു കാഴ്ചകൾ? തീർച്ചയായും ഈ ആഴ്ച ഓണത്തിൻ്റെ ഓണ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്നലെ തന്നെ ഓണം വാരാഘോഷത്തിന് സംസ്ഥാനത്ത് തുടക്കം കുറിച്ചു. പക്ഷേ അത് മഴ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും ഒന്നും മഴ അല്ലെങ്കിൽ യെല്ലോ അലേർട്ടൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും രാവിലെ മുതൽ തന്നെ ശക്തമായ മഴ, പുലർച്ചെ മുതൽ തന്നെ ശക്തമായ ഒരു മഴ ഈ ജില്ലകളിൽ തുടരുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പത്തനംതിട്ട ജില്ലയിൽ മാത്രമാണ് നമ്മളുടെ റീജിയനിൽ ശരിക്കും മഴയിൽ ഉൾപ്പെട്ടിട്ടുള്ള ജില്ല. പക്ഷേ ശക്തമായ മഴ തിരുവനന്തപുരത്ത് രാവിലെ മുതൽ തന്നെ തുടരുകയാണ്. അത് ഏറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട്. എന്തുതന്നെയായാലും ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഒരു പക്ഷേ ഇനി അലർട്ടുകളിലൊക്കെ വ്യത്യാസം വരാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. എങ്കിൽ തന്നെയും ഈ വരുന്ന മണിക്കൂറുകളിൽ മഴ ശക്തമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഉള്ള അറിയിപ്പ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓണം മഴ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ മഴയ്ക്ക് വ്യത്യാസമുണ്ടാകും. ഇന്നും നാളെയും മാത്രമാണ് മഴയുടെ അലർട്ട് കൃത്യമായിട്ടുള്ളത്. യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്നും നാളെയും മാത്രമാണ്. അത് തിരുവോണമാകുമ്പോഴത്തേക്കും മഴ മാറുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നതും. നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് നൽകുന്നത്. എന്നാൽ കർശനമായ ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ ജാഗ്രതാ നിർദ്ദേശം എല്ലാവരും കൃത്യമായി പാലിക്കണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. മലയോര മേഖലകളിലടക്കം മലയോര മേഖലയിലേക്കടക്കമുള്ള യാത്രകളും ഒപ്പം തന്നെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിൽ നിന്നൊക്കെ മാറി നിൽക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ കേരളത്തിൻ്റെയും അതുപോലെ തന്നെ ലക്ഷദ്വീപിൻ്റെയും തീരപ്രദേശങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനം അടക്കം നിരോധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും അത്തരം നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച ആളുകൾ മുന്നോട്ട് പോകണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കൂടി നൽകുന്ന മുന്നറിയിപ്പ്. ശരി രജിത്ത്, ഇനി നമുക്ക് വടക്കൻ കേരളത്തിലെ കാര്യങ്ങൾ കൂടി അറിയാം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെയാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. അതുകൊണ്ട് നമുക്ക് രേഷ്മയോട് തന്നെ ചോദിക്കാം. രേഷ്മ, ഗുഡ് മോർണിംഗ്. ആകെ മൊത്തം മഴയാണ്. ഓണം വൈബ് കുറയുന്നുണ്ടോ? അവിടെ നിന്നുള്ള വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് ശ്രീജ, അഖില. ഇന്ന് മഴ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത്. അതുകൊണ്ട് ഇന്നലെ പുലർച്ചെ മുതൽ തന്നെ മഴ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, റോഡുകളിൽ ഉൾപ്പെടെ വെള്ളക്കെട്ട് ചെറിയ രീതിയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത് വ്യാപാരികൾക്കുൾപ്പെടെ ഒരു ആശങ്കയുണ്ട്. കാരണം ഓണമാണ്. ഇവിടെ മിഠായിത്തെരുവ് ഉൾപ്പെടെയുള്ള വ്യാപാര കേന്ദ്രങ്ങളുണ്ട്. മലപ്പുറത്തുനിന്ന് ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്ന ഒരു കേന്ദ്രമാണ് ഇവിടെ. ഈ ഒരു കച്ചവട സീസണിൽ തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ മഴ ശക്തമാകുമ്പോൾ വ്യാപാരികൾ ഉൾപ്പെടെ ആശങ്കയിലാണ്. ഒപ്പം തന്നെ ഈ ബീച്ചിൽ ഉൾപ്പെടെയുള്ള മേഖലയിൽ, വിനോദസഞ്ചാര മേഖലയിൽ ഉൾപ്പെടെ നേരിയ രീതിയിൽ ആളുകളോട് പോകുന്നതിന് ഉൾപ്പെടെ ഒരു ഉയർന്ന തിരമാലയ്ക്ക് സാഹചര്യമുള്ള ഘട്ടത്തിൽ ആളുകളോട് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ മഴ തന്നെയാണ് മെയിനായിട്ട് ഇപ്പോൾ വ്യാപാരികൾക്ക് ഉൾപ്പെടെ പ്രശ്നമുള്ളത്. ഓണക്കോടി ഉൾപ്പെടെ എടുക്കാൻ വരുന്ന ആളുകൾക്ക് ഉൾപ്പെടെ ഈ ഒരു മഴ നേരിയ ഒരു അസ്വാരസ്യം സൃഷ്ടിക്കുകയാണ്. ശ്രീജ, അഖില. തീർച്ചയായിട്ടും രേഷ്മ, അപ്പോൾ മൊത്തത്തിൽ മഴ ഒരു ഭീഷണി അല്ലെങ്കിൽ ആശങ്ക ഉണ്ടാക്കാതില്ല അല്ലേ? തീർച്ചയായിട്ടും. അതായത് നമ്മുടെ ആഘോഷങ്ങൾ എപ്പോഴും മഴയൊക്കെ വന്നാൽ അതിൻ്റെ ഒരു പ്രൗഢി അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോടി കുറഞ്ഞു പോകും. അതുകൊണ്ട് അങ്ങനെ ഒരു കുറയാതിരിക്കാനുള്ള എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റും? ഇതിൽ നമുക്ക് കരുതൽ വേണം. ജാഗ്രതയോടെ മുന്നോട്ട് പോകണം. ഈ അധികൃതർ മാറി താമസിക്കാനൊക്കെ നിർദ്ദേശിച്ചാൽ തീർച്ചയായിട്ടും ഒരു അല്പം പോലും വൈകാതെ മാറി താമസിക്കണമെന്നാണ് ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്. പറഞ്ഞ പോലെ തന്നെ ഓണം ആഘോഷമാണ്. തിരുവനന്തപുരത്തേക്ക് വന്നാൽ ഓണാഘോഷത്തിന്റെ ഒരു വൈബ് ശരിക്കും റോഡുകളിൽ പ്രകടമാണ്. കാരണം ഇന്നലെ ലൈറ്റ് ഒക്കെ തെളിയിച്ചു തുടങ്ങി. ഔദ്യോഗികമായി പറഞ്ഞാൽ സ്വിച്ച് ഓൺ കർമ്മം ഇന്നലെ നിർവഹിച്ചു. തിരുവനന്തപുരം ആകെ അല്ലേ? അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അറിയാനുണ്ട്. ഇന്നാണ് സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന് ഔദ്യോഗികമായി തിരിതെളിയുന്നത്. തിരുവനന്തപുരം കനകക്കുന്ന് നിശാഗന്ധിയിലാണ് മുഖ്യമന്ത്രി ആഘോഷങ്ങൾക്ക് തിരിതെളിയുക. രജിത് കുമാർ ആയിരിക്കും ഇതിൻ്റെ വിവരങ്ങൾ നൽകുക. രജിത്, ശ്രീജയും സൂചിപ്പിച്ച പോലെ ആഘോഷങ്ങൾ കളറാക്കിക്കൊണ്ട് തിരുവനന്തപുരം ഉണർന്നു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ എപ്പോഴും നമ്മുടെ നഗരം ആ ഓണാഘോഷ പരിപാടികൾക്ക് അത്ര വൈബായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. തീർച്ചയായും തലസ്ഥാന നഗരി എപ്പോഴും ഓണാഘോഷങ്ങളെ അത്ര കണ്ട് വലിയ ആഘോഷമാക്കി മാറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇന്ന് അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം തുടങ്ങുകയാണ്. ഇന്നലെ അതിൻ്റെ കൊടിയേറ്റ് കർമ്മം മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിക്കുകയും ചെയ്തു. തുടർന്ന് ഫുഡ് കോർട്ട് അടക്കമുള്ളവയുടെ ഉദ്ഘാടനവും ഇന്നലെ നടന്നു. എന്നാൽ ഇന്ന്
ഔദ്യോഗികമായ ഉദ്ഘാടനം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് മുഖ്യമന്ത്രി നിർവഹിക്കുകയാണ്. ഒപ്പം തന്നെ സിനിമാ നടൻ കുഞ്ചാക്കോ ബോബൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുകയും ചെയ്യും. ഉദ്ഘാടന ചടങ്ങിന് ശേഷം ചലച്ചിത്ര താരം ശോഭനയുടെ നൃത്ത പരിപാടികളും ഉണ്ട്. അതിന് മാറ്റേകുന്ന കാര്യമാണ്. ഒപ്പം തന്നെ ഓണാഘോഷ പരിപാടിയുടെ ആഘോഷ പരിപാടികൾക്ക് ഇന്നലെ തന്നെ ഒരു തുടക്കമായി എങ്കിൽ തന്നെയും ലൈറ്റ് അടക്കം നമുക്കറിയാം, തലസ്ഥാന നഗരിയെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് രാത്രിയാകുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഓണ ആഘോഷത്തിൻ്റെ പ്രൗഢി വിളിച്ചറിയിക്കുന്ന ലൈറ്റ് ഷോ പോലെയുള്ള ആ ലൈറ്റ് ഷോയും ഒപ്പം തന്നെ അത്തരം പരിപാടികൾ ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. മഴ ഒരുപക്ഷെ അതിനൊരു ചെറിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്നത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ മഴയ്ക്ക് അലർട്ടുകൾ ഇല്ലെങ്കിൽ കൂടിയും രാവിലെ മുതൽ തന്നെ ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. നാടൻ കലാരൂപങ്ങളടക്കം ഈ പരിപാടിയിൽ ഉണ്ട്. ഏകദേശം 350ഓളം നാടൻ കലാരൂപങ്ങളാണ് 350ഓളം കലാപരിപാടികളാണ് നടക്കുന്നത്. അതിൽ തന്നെ നാടൻ കലകൾക്ക് പ്രത്യേക വേദിയും ഒരുക്കിയിട്ടുണ്ട്. 1000-ലധികം കലാകാരന്മാരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ കളറായി തന്നെ ഓണം ആഘോഷം ഇത്തവണയും പൊടിപിടിക്കാൻ തന്നെയാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. അത്തരം ആഘോഷ പരിപാടികളാണ് വരും ദിവസങ്ങളിൽ ഏകദേശം 30-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന 31-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന കലാപരിപാടി. എന്തായാലും മഴയത്തും നനയാതെ ഒരു ഓണാഘോഷം കളറാവുകയാണ്. തിരുവനന്തപുരത്തെ കാര്യമാണ് രജിത്ത് പറഞ്ഞതെങ്കിലും സംസ്ഥാനത്തുടനീളം പലയിടങ്ങളിൽ ഇത്തരത്തിൽ ഓണാഘോഷ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. സംസ്ഥാനത്തിൽ സർക്കാരിൻ്റെ ഭാഗമായി ഒപ്പം റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാഗമായൊക്കെ. എന്തായാലും ആഘോഷങ്ങൾ ഏറ്റവും ഭംഗിയായി പോട്ടെ. പക്ഷെ ജാഗ്രതയോടെ ആ സമയത്തും എടുക്കേണ്ട ജാഗ്രത വേണം എന്നുള്ളതാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. ഈ ഓണമൂടിനിടയിലും വിവാദങ്ങൾക്കൊന്നും ഒട്ടും പഞ്ഞമില്ല കേട്ടോ. നമ്മൾ ആ വിവാദ വാർത്തകളിലേക്കും കൂടി ഒന്ന് പോകേണ്ടിയിരിക്കുന്നു. എന്തായാലും വഖഫ് വിഷയത്തിൽ CPM സെമിനാറിൽ വെച്ച് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി നടത്തിയ വിമർശനം സർക്കാരിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. RSSനൊപ്പം നിന്ന് സർക്കാർ തരം താഴുന്നു എന്ന രൂക്ഷമായ പരാമർശമാണ് ഉമർ ഫൈസി ഇന്നലെ മലപ്പുറത്ത് നടത്തിയത്. അപ്പോൾ ലീഗിനെ ഉൾപ്പെടെ കുറ്റപ്പെടുത്തിയ പ്രസ്താവനയിൽ സമസ്തയിലെ മറ്റ് നേതാക്കളൊന്നും വിശദീകരണം നൽകിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സമസ്തയിലെയും ലീഗിലെയും ഒക്കെ നേതാക്കൾ ഇന്നിപ്പോൾ എന്തായിരിക്കും പ്രതികരണം നടത്തുക? അതായിരിക്കും എല്ലാവരും ഉറ്റവും. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് എന്തായാലും കോഴിക്കോട് നിന്ന് രേഷ്മയോട് ചോദിക്കാം. രേഷ്മ, ശക്തമായ വിമർശനം സർക്കാരിനെതിരെ ഉയർത്തുന്നു. അതായത് ലീഗിനെതിരെ കൂടി ഉയർത്തുമ്പോൾ അത് സ്വാഭാവികമായും സർക്കാരിനെതിരെ വലിയ തിരിച്ചടിയാകാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. ഇനിയുള്ള അതായത് സമസ്തയുടെ ഇനിയുള്ള നിലപാടുകൾ എങ്ങനെയായിരിക്കും? മറ്റു വിവരങ്ങൾ? തീർച്ചയായും അഖില, ശ്രീജ, ഈ വഖഫ് വിഷയത്തിൽ ആദ്യഘട്ടം മുതൽ സർക്കാരിന് എതിരെയുള്ള ഒരു വികാരമായിരുന്നു സമസ്തയിൽ നിന്നുൾപ്പെടെ ഉണ്ടായിരുന്നത്. അത് പരസ്യമാക്കുന്ന രീതിയിലാണ് ഇന്നലെ മലപ്പുറത്തിൽ നിന്നും ഉമർ ഫൈസി നടത്തിയ പ്രസ്താവനയും വിമർശനവും. അതായത് മലപ്പുറത്ത് ഇന്നലെ നടന്ന സെമിനാർ തന്നെ വഖഫ് ബോർഡും UDF കീഴടങ്ങലും എന്നൊരു വിഷയത്തിലായിരുന്നു. ഇതിൽ പങ്കെടുത്ത ഉമർ ഫൈസി സർക്കാരിനെതിരെ പരസ്യമായ ഒരു വിമർശനം തന്നെയായിരുന്നു നടത്തിയിരുന്നത്. ഈ ഒരു വിഷയത്തിൽ, വഖഫ് വിഷയത്തിൽ താനും അതുപോലെ തന്നെ ഹംസ ഉൾപ്പെടെ ഒരു ബോർഡാണ് സർക്കാരിൻ്റെ പ്രശ്നമെന്നും ഒപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ RSSന് അനുകൂലമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതും ലീഗ് അതിന് കൂട്ടുനിൽക്കുന്നു എന്ന തരത്തിലുള്ള പരാമർശമാണ് ഉമർ ഫൈസി ഇന്നലെ നടത്തിയത്. ഒപ്പം തന്നെ പിണറായി വിജയനെ ഉൾപ്പെടെ ഈ ഒരു സദസ്സിൽ വെച്ച് പ്രശംസിക്കുകയും ഉമർ ഫൈസി ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിഷയത്തിൽ നിരന്തരമായി സർക്കാരിനോട് സമസ്ത തങ്ങളുടെ അതൃപ്തി വെളിപ്പെടുത്തിയിട്ട് പോലും ഈ ഒരു വിഷയത്തിൽ സർക്കാർ അനുകൂലമായ നിലപാട് സ്വീകരിക്കാതെ RSSനും BJPക്കും അനുകൂലമായ നിലപാടാണ് വഖഫ് ബോർഡ് വിഷയത്തിൽ ഉൾപ്പെടെ സ്വീകരിക്കുന്നത് എന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് ഇന്നലെ ഉമർ ഫൈസി നടത്തിയിരിക്കുന്നത്. ഇത് ഉമർ ഫൈസിയുടെ സ്വന്തം അഭിപ്രായമായി എന്ന രൂപത്തിലാണ് ഇപ്പോൾ സമസ്ത കാണുന്നത് എന്നുൾപ്പെടെയുള്ള ഒരു പ്രതികരണമായിരുന്നു ഇന്നലെ ലഭിച്ചിരുന്നത്. എങ്കിൽ പോലും ആരും തുറന്ന് പ്രതികരിച്ചിട്ടില്ല ഇതുവരെ. ലീഗ് നേതൃത്വം ഉൾപ്പെടെ ഇന്ന് പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് നേരത്തെയും ഉമർ ഫൈസി വിവിധ വിഷയങ്ങളിൽ നേരത്തെയുള്ള സർക്കാരുകൾക്കെതിരെ സ്വന്തം നിലപാട് വെളിപ്പെടുത്തുകയും ഇതിനെതിരെ സമസ്ത ഈ ഒരു നിലപാട് ഉൾപ്പെടെ തള്ളുകയും ചെയ്തിട്ടുണ്ട്. ഇതേ സ്ഥിതിയാണോ ഈ വിഷയത്തിലും സമസ്ത നിലപാട് വ്യക്തമാക്കുക എന്നുൾപ്പെടെയുള്ള ഇന്ന് അറിയേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ നേരത്തെയും പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ലീഗ് ഉൾപ്പെടെയുള്ളവർ ഇന്ന് പ്രതികരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ശരി, എന്തായാലും രേഷ്മ സൂചിപ്പിച്ച പോലെ പ്രതികരണങ്ങൾ വരട്ടെ. പക്ഷേ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം സംസ്ഥാന ആദ്യം മുതൽ ഉണ്ടാകുന്നു. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് എന്തായാലും ഒരു വിവാദങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല എന്ന് വേണം കരുതാൻ, അല്ലേ ശ്രീജ? ഇനി നമ്മൾ ഏത് വാർത്തയിലേക്കാണ്? എക്സാലോജിക്കിലേക്ക്. സ്വാഭാവികമായിട്ടും CPM വലിയ തോതിൽ പ്രതിരോധത്തിലാവുകയാണ്. പക്ഷേ അതെങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളൊരു പഠനത്തിലാണ് ഒപ്പം നിർത്താനുള്ള നീക്കങ്ങൾ, അതാണ് നടക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ നമുക്കറിയാം വിശദീകരണ യോഗമൊക്കെ ചേർന്നു. അതിന്റെ കാര്യങ്ങൾ എന്തായും നോക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും EDക്കെതിരെ രൂക്ഷ വിമർശനം
ഉന്നയിച്ചിരിക്കുകയാണ്. CMRL എക്സാലോജി കേസിൽ വീണ്ടും പ്രതിരോധം തീർക്കാൻ ഒരുങ്ങുകയാണ് CPM. കോഴിക്കോട് ഇന്നലെ നടന്ന CPMന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലും ED അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്ന വാദമാണ് MV ഗോവിന്ദൻ ആവർത്തിച്ചത്. EDയുടേത് രാഷ്ട്രീയപരമായ വേട്ടയാടൽ എന്നതിനപ്പുറം കോഴിക്കോട്ടെ ലേക്കർ ഇന്ത്യ കോർപ്പ് ഓഫീസിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ വ്യക്തമായ മറുപടി നൽകാൻ നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. ദേശീയ തലത്തിൽ അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിൽ പ്രധാനമായ ഒരു വാർത്തയാണ് നമ്മൾ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ത്യ ചൈന അതിർത്തിയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്ന് ചൈനയിലെത്തുകയാണ്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി അജിത് ഡോവൽ നാളെ ചർച്ച നടത്തും. അടുത്ത മാസം ഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്കായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇന്ത്യയിലെത്തുന്നതിന് മുമ്പായാണ് ഡോവലിന്റെ സന്ദർശനം. ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായിട്ട് ചേരുന്നത്. ജിഷ്ണു, ഈ പറഞ്ഞതുപോലെ ഏറെ നിർണായകമായ ഒരു സന്ദർശനം തന്നെയാണ് അജിത് ഡോവലിന്റെ സന്ദർശനം. വിവരങ്ങൾ എങ്ങനെയാണ്? ശ്രീജാഖില, ഗുഡ് മോർണിംഗ്. രണ്ട് നിർണായക വിഷയങ്ങളാണ് അജിത് ഡോവലിന്റെ ചൈനീസ് സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ളത്. അത് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ അതിർത്തി വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നേരത്തെ 2003 മുതൽ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇത്തരത്തിൽ അതിർത്തി വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനുള്ള ഈ നയതന്ത്ര തലത്തിൽ ചർച്ചകളിലൂടെ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ, അത്തരം ചർച്ചകൾ ആരംഭിച്ചിരുന്നു. പിന്നീട് 2020 ഗാൽവൻ താഴ്വരയിൽ ഉണ്ടായിട്ടുള്ള സംഘർഷം, ഇന്ത്യയിലേക്ക് കടന്നു കയറാൻ ചൈനീസ് പട്ടാളം ശ്രമിക്കുകയും അത് ശക്തമായി ഇന്ത്യ പ്രതിരോധിക്കുകയും ചെയ്ത ആ ഘട്ടത്തിൽ ആ ബന്ധം വഷളാവുകയും പിന്നീട് ഏകദേശം ഒരു വർഷത്തിലധികം അത്തരം ചർച്ചകൾ നടക്കാതെ പോവുകയും ചെയ്തിരുന്നു. അതിനുശേഷം വീണ്ടുമാണ് ഇത്തരത്തിൽ അതിർത്തി വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലുമുള്ള ചർച്ചകൾ പുനരാരംഭിച്ചത്. അതിന്റെ കൂടി ഭാഗമായാണ് അജിത് ഡോവൽ ബീജിംഗിൽ എത്തുന്നത്. അവിടെ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തും. ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെ ചർച്ചയാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അടുത്ത മാസം ഡൽഹിയിൽ വെച്ച് ബ്രിക്സ് ഉച്ചകോടി, ബ്രിക്സ് രാജ്യങ്ങളുടെ ഉച്ചകോടി നടക്കുകയാണ്. അതിൽ ചൈനീസ് പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് സംബന്ധിച്ച് ഇതുവരെ ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം നൽകിയിട്ടില്ല എങ്കിൽ പോലും ഷീ ജിൻപിങ് ബ്രിക്സ് ഉച്ചകോടിക്കായി ഡൽഹിയിൽ എത്തും എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതിന് മുന്നോടിയായി കൂടിയാണ് ഇത്തരത്തിൽ അജിത് ഡോവലിന്റെ ചൈനീസ് സന്ദർശനം. അഖില, തീർച്ചയായിട്ടും ഈ അതിർത്തിയിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യ ചൈന അതിർത്തിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും അതിനുള്ള ചർച്ചകൾ ഡോവൽ അതിന് മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാം അദ്ദേഹം ഇത്രകാലം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി ചെയ്ത ആ സേവനങ്ങൾ ഇതിലും അത് മികച്ച രീതിയിൽ ആ ചർച്ച നടക്കും എന്ന് തന്നെ നമുക്ക് കരുതാം. ഇനി ഏതായാലും മറ്റ് ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. സർക്കാരിനെതിരെ വീണ്ടും പ്രതിഷേധത്തിനൊരുങ്ങി കോക്രോച്ച് ജനതാ പാർട്ടി. ഭാവി സമര പരിപാടികൾ പ്രഖ്യാപിക്കുന്നതിനായി ഇന്ന് നിർണായക യോഗം. രാജ്യത്തെ വിദ്യാർത്ഥികളും യുവാക്കളും സംഘടനയെ പിന്തുണയ്ക്കുന്നവരും അടുത്ത നീക്കത്തിനായി തയ്യാറാകാനും ആഹ്വാനം. നേരത്തെ ജന്തർ മന്ദറിൽ നടത്തിയ സമരം പിൻവലിക്കുമ്പോൾ നൽകിയ ഉറപ്പ് കേന്ദ്ര സർക്കാർ പാലിച്ചില്ലെന്നാണ് CJP ആരോപണം. സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും നിയമ നടപടി സ്വീകരിക്കില്ലെന്ന ഉറപ്പ് പാലിക്കാതെ വഞ്ചിക്കുകയാണെന്നും CJP വക്താക്കൾ പ്രതികരിച്ചു. ജാർഖണ്ഡിൽ പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ നടന്ന സമരത്തിൽ കേസെടുത്ത് പോലീസ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെയും രാഹുൽ ഗാന്ധിയുടെയും ഉൾപ്പെടെ കോലം കത്തിച്ചുകൊണ്ട് നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനുണ്ടായ സംഘർഷത്തിലാണ് നടപടി. കോട്ട്വാലി പോലീസ് സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ സർക്കാർ വഞ്ചിച്ചെന്നും സർക്കാരിനെതിരെ സംസ്ഥാന വ്യാപക പ്രചരണ യാത്ര ഇന്ന് ആരംഭിക്കുമെന്നും വിദ്യാർത്ഥി നേതാവ് ദേവേന്ദ്രനാഥ് മഹാതോ അറിയിച്ചു. 2 ദിവസത്തെ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജീസ് കോൺഫറൻസിന് ഇന്ന് ഡൽഹിയിൽ തുടക്കമാകും. ആഭ്യന്തരമന്ത്രി അമിത് ഷാ പങ്കെടുക്കും. ഹൈബ്രിഡ് രീതിയിലാണ് കോൺഫറൻസ് നടക്കുക. വിവിധ സുരക്ഷാ ഏജൻസികളിൽ നിന്നും പോലീസ് സേനയിൽ നിന്നുമായി 850-ലധികം ഉദ്യോഗസ്ഥർ കോൺഫറൻസിൽ പങ്കെടുക്കും. പുതിയ സുരക്ഷാ വെല്ലുവിളികൾ, ഏജൻസികളുടെ സംയുക്തമായ പ്രവർത്തനങ്ങൾ തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ചർച്ചയാകും. ഇനി കളി എന്തായി നോക്കാം. സ്പോർട്സ് വാർത്തകളിലേക്ക്. കൊളംബോ ടെസ്റ്റിൽ ശ്രീലങ്കയ്ക്കെതിരെ മികച്ച സ്കോറിനായി ഇന്ത്യ. 5-ന് 300 റൺസുമായി രണ്ടാം ദിനമായി ഇന്ന് ബാറ്റിംഗ് ഇന്ത്യ പുനരാരംഭിക്കും. രാവിലെ 10 മണി മുതലാണ് മത്സരം പുനരാരംഭിക്കുക. 7 റൺസുമായി ധ്രുവ് ജൂറലും 4 റൺസുമായി അരങ്ങേറ്റക്കാരൻ സറൻസ് ജെയിലുമാണ് ക്രീസിൽ. ദേവദത്ത് പടിക്കലിന്റെ സെഞ്ചുറിയാണ് ഇന്ത്യക്ക് കരുത്തായത്. തുടർച്ചയായി 2ാം ടെസ്റ്റിലും സെഞ്ചുറി നേടിയ ദേവദത്ത് 117 റൺസ് എടുത്തു. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. പക്ഷേ
ഇനിയും ഒരുപാട് വാർത്തകളുണ്ട്. വേളയ്ക്ക് മുമ്പ് പറഞ്ഞത് എന്തൊക്കെയാണ് നമ്മുടെ 3 മേഖലകളിലും വാർത്തകൾ ഇന്നുള്ളത്, എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കാതെ അറിയണ്ടേ? അതെ, നമ്മുടെ റീജിയണിൽ 3 റീജിയണിലായിട്ട് നേരത്തെ ചേർന്നവർ തന്നെ ഒരിക്കൽ കൂടി ചേരുകയാണ്. പ്രശാന്തും രജിത്തും അതുപോലെ തന്നെ രേഷ്മയും മൂവരിലേക്കും നമ്മൾ പോവുകയാണ്. ആദ്യം പോകുന്നത് രജിത്തിലേക്കാണ്. തെക്കൻ കേരളത്തിലെ കാര്യമാണ് നമുക്കറിയേണ്ടത്. ഓണാഘോഷത്തിൻ്റെ കാര്യം പറഞ്ഞ് രജിത്ത് തുടങ്ങിയായിരുന്നു. മൊത്തത്തിൽ ഇന്നിപ്പോൾ തെക്കൻ കേരളത്തിൽ നിന്നുള്ള മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ എങ്ങനെയാണ് രജിത്തെ? ഷീജ, തെക്കൻ കേരളത്തിൽ ഇന്ന് പ്രധാനമായും ഓണാഘോഷ പരിപാടികൾ തന്നെയാണ് ഉള്ളത്. മഴ ഒരു വലിയ വില്ലനായി തന്നെ നിൽക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്കിൽ തന്നെയും ഓണാഘോഷ പരിപാടികളുണ്ട്. ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് നമ്മുടെ ED കേസ് പ്രതികളുടെ മ്യൂസിയം സ്റ്റേഷനിലുള്ള ഓണാഘോഷ പരിപാടികളുടെ ബാക്കി വാർത്തകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിയമസഭാ ഉപനേതാവ് സ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM CPIയുടെ ബാക്കി പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവും. ആ പ്രതികരണങ്ങൾ നമ്മൾ അവിടെ പ്രതീക്ഷിക്കുകയാണ്. അതുതന്നെയാണ് തിരുവനന്തപുരത്തു നിന്നും പ്രധാനപ്പെട്ട വാർത്തയായി നമുക്ക് പറയാനുള്ളത്. ഒപ്പം കൊല്ലം ജില്ലയിൽ ഓണാഘോഷ പരിപാടികൾ മാത്രമാണ് ഇന്ന് പ്രധാനമായും നടക്കുന്നത്. മറ്റ് നേതാക്കന്മാരോ ഇല്ലെങ്കിൽ മന്ത്രിമാരോ ആരും തന്നെ കൊല്ലം ജില്ലയിൽ ഇല്ല എന്നത് തന്നെയാണ്. പത്തനംതിട്ട ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ റാന്നി താലൂക്കിലെ ആശുപത്രി ജീവനക്കാരുടെ മർദ്ദനവുമായി ബന്ധപ്പെട്ട് 2 പേർ കസ്റ്റഡിയിലുണ്ട്. അവരുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അത് ഒരു പ്രധാന വാർത്തയായി തന്നെ വരും. ഒപ്പം തന്നെ സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിലുള്ള ഓണാഘോഷ പരിപാടികളുണ്ട്. അത് ആന്റോ ആന്റണി MP ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൻ്റെ വാർത്തകളും പത്തനംതിട്ട ജില്ലയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുതന്നെയാണ് നമ്മുടെ റീജിയനിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളായി, അല്ലെങ്കിൽ ഇനി വരും മണിക്കൂറുകളിൽ വരാൻ പോകുന്ന വാർത്തകളായി നമുക്ക് ഉള്ളതും. ശരി രജിത്ത്, പ്രശാന്തിലേക്ക് പോവുകയാണ്. പ്രശാന്ത്, നേരത്തെ നമ്മൾ മഴയെപ്പറ്റി പറഞ്ഞു, ഓണത്തിന് മഴ കൊണ്ടുപോകുമോ എന്നുള്ള ആശങ്കയൊക്കെ പങ്കുവച്ചതാണ്. അപ്പം മധ്യ കേരളത്തിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന മറ്റു വാർത്തകൾ എന്തൊക്കെയാണ്? അഖില, നമ്മൾ നേരത്തെ മധ്യകേരളത്തിൽ എറണാകുളം തൊട്ടാണ് തുടങ്ങിയത്. നമുക്ക് ഇടുക്കി, അതായത് ഹൈറേഞ്ചിൽ നിന്ന് ഇങ്ങോട്ട് പോരാം. ഹൈറേഞ്ചിൽ 2 സന്തോഷമുള്ള വാർത്തകളാണ്. ഒന്ന്, ഓണാഘോഷത്തിന്റെ തിരക്കുകൾ, ഒപ്പം തന്നെ മലയാളികൾ വളരെയധികം മലയാളികൾ ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിലടക്കം വിനോദസഞ്ചാരികൾ ഇടുക്കിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു സന്തോഷം കൂടി ഇടുക്കിയിലുണ്ട്. കാരണം തോട്ടത്തൊഴിലാളികൾ ഏറെയുള്ള ഒരു ജില്ലയാണ്. ആ ജില്ലയിൽ ഇന്ന് പീരുമേട്ടിലെ തോട്ടത്തൊഴിലാളികൾക്കുള്ള ഓണ ഉത്സവ ബത്തകൾ നൽകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരെ സംബന്ധിച്ച് അവരുടെ ഒരു ഓണം കളറാകാൻ അത് ഉപകരിക്കുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അവിടെ നിന്ന് കോട്ടയത്തേക്ക് വന്നാൽ കോട്ടയത്തും ഓണാഘോഷം തന്നെയാണ് കാര്യമായുള്ളത്. മറ്റ് ചില യോഗങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് കാര്യമായ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള മറ്റ് വാർത്തകളൊന്നും തന്നെ ഇല്ല. ഓണാഘോഷത്തിലേക്ക് വരും. സ്വാഭാവികമായും വലിയ തിരക്കിലേക്ക് കോട്ടയം നഗരവും എത്തുമെന്നുള്ളതാണ്. ആലപ്പുഴയിലേക്ക് വന്നാൽ ഈ ഓണാഘോഷ പരിപാടികളുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം കരുവാറ്റയിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. സ്വാഭാവികമായും അതിൻ്റെ ഒരു അപ്ഡേഷനാണ് നമ്മൾ ഈ ഘട്ടത്തിൽ, അതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. അന്വേഷണം ഏതുവരെ എത്തിയെന്ന അടക്കമുള്ള കാര്യങ്ങൾ വരുന്ന മണിക്കൂറുകൾ ആലപ്പുഴയിൽ നിന്ന് ലഭിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. എറണാകുളത്തേക്ക് വരികയാണെങ്കിൽ എറണാകുളത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ 2 മന്ത്രിമാർ ഇന്ന് ജില്ലയിലുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഫിഷറീസ് മന്ത്രിയും ജില്ലയിൽ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഓണം വാരാഘോഷവും മറ്റ് ഓണം ഫെയറും എല്ലാം തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ് എറണാകുളത്തെ ഒരു തിരക്ക്. ആ തിരക്ക് ഇന്നും തുടരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ മൂവാറ്റുപുഴ ജില്ലയുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ ഒരുപക്ഷെ വന്നേക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ED അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ EDയുടെ നീക്കങ്ങൾ സംബന്ധിച്ചുള്ള കൂടുതൽ പ്രതികരണങ്ങളും കൂടുതൽ വിവരങ്ങളും ഒക്കെ തന്നെ പുറത്തു വരാനുള്ള സാധ്യതയാണ്. തൃശ്ശൂരിലേക്ക് പോവുകയാണെങ്കിൽ തൃശ്ശൂരും സമാനമായ രീതിയിൽ ഓണാഘോഷം തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. ഒപ്പം തന്നെ OJ ജിനീഷ് മന്ത്രി, കായിക മന്ത്രിയുടെ ഒരു വാർത്താ സമ്മേളനം കൂടി തൃശ്ശൂരുണ്ട് എന്നുള്ളതാണ്. പാലക്കാടും ഓണാഘോഷത്തിന്റെ തിരക്കുകളിലേക്ക് വന്നിരിക്കുന്നു. പാലക്കാട് ഗ്രാമങ്ങൾ ഓണത്തിന്റെ ആവേശ ആരവങ്ങളിലേക്ക് വന്നു. ഇതാണ് മധ്യകേരളത്തിൽ നിന്ന് പൊതുവെ ഇന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന വാർത്തകൾ. അഖില, ശ്രീജ. ശരി പ്രശാന്ത് മധ്യകേരളം മൊത്തം ഒന്ന് ഓടിച്ചു പറഞ്ഞു. എന്തായാലും നമുക്ക് അതുപോലെ മലബാറിലെ കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. വഖഫിലെ സമസ്ത വിവാദത്തിലാണ് നമ്മൾ തുടങ്ങിയത് രേഷ്മ. അവിടെ നിന്ന് ഇങ്ങോട്ട് മറ്റ് വാർത്തകൾ എങ്ങനെയാണ് മലബാറിൽ നിന്നുള്ളത്? തീർച്ചയായും അഖില, ശ്രീജ, വഖഫ് എക്സാലോജി കേസുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് മലബാറിൽ കോഴിക്കോട് ജില്ലയിൽ നിന്നും പ്രധാനമായിട്ടുള്ളത്. വഖഫ് വിഷയത്തിൽ മലപ്പുറത്ത് നിന്ന് ലീഗ് ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം വരാനുണ്ട്. ഒപ്പം തന്നെ സമസ്തയുടെ പ്രതികരണം, ഉമർ ഫൈസിയുടെ പ്രതികരണത്തെ തുടർന്നുള്ള ഈ ഒരു നിലപാടിനെ കുറിച്ച് സമസ്തയുടെ നേതാക്കൾ ഇന്ന് ഇവിടെ നിന്ന് ഒരു പ്രസ്താവന ഉൾപ്പെടെ ഉണ്ടാവുമെന്നാണ് സൂചന. അതേസമയം തന്നെ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് ഇന്ന് പ്രധാനപ്പെട്ട ഒരു വാർത്തയുള്ളത്. യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കപ്പലിലുണ്ടായ സ്ഫോടനത്തിൽ മരിച്ച അഖിൽ ജോയിൽ എന്ന നേവി ഉദ്യോഗസ്ഥന്റെ മൃതദേഹം ഇന്ന് ഉച്ചയോടെ 12:30 കാസർഗോഡ് എത്തിക്കുക. 1 മാസത്തിന് ശേഷമാണ് ഈ മൃതദേഹം ഇവിടെ എത്തിക്കുന്നത്. ഈ ഒരു ദുഃഖകരമായ വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇദ്ദേഹത്തിന്റെ മൃതദേഹം ഇന്ന് എത്തിക്കുമെന്നുള്ള വാർത്തയാണ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരുന്നത്. മലപ്പുറത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വഖഫ് വിഷയത്തിൽ ലീഗ് നേതാക്കളുടെ പ്രതികരണങ്ങൾ ഉൾപ്പെടെ ഉണ്ടാവും. കോഴിക്കോട് വയനാട് ജില്ലയിലേക്ക് വരുമ്പോൾ ഈ മുത്തങ്ങ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് വെള്ളിമാടുകുന്ന് മുതൽ മുത്തങ്ങ വരെയുള്ള ദേശീയപാതയുമായി ബന്ധപ്പെട്ട ഏറ്റെടുക്കൽ ഒക്ടോബറോടെ ഉണ്ടാവുമെന്നാണ്
നേരത്തെ അറിഞ്ഞിരുന്നത്. ഈ ഒരു വിഷയത്തിൽ കൂടുതൽ തുടർ വാർത്തകൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീജ, അഖില. ശരി രേഷ്മ, അപ്പോൾ മൊത്തത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇനി എന്തായാലും നമുക്ക് ഓണാഘോഷ പരിപാടികളിലേക്ക്, അതിൻ്റെ റിപ്പോർട്ടുകളിലേക്ക്. പൊന്നോണത്തെ വരവേൽക്കാൻ ഏതായാലും നമ്മൾ ഒരുങ്ങി. ആളുകൾ നമ്മളെ കേരളത്തിലുള്ള അല്ലെങ്കിൽ ലോകത്തെ എല്ലായിടത്തുമുള്ള മലയാളികൾ ഒരുങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ഓരോ സാധനങ്ങളും ഇങ്ങനെ കൂട്ടി വെക്കുന്നതിൻ്റെ ഒരു തിരക്കാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കാത്തിരിക്കുകയാണ് ആ ഒരു ദിവസത്തിന് വേണ്ടി. അതിന് മുന്നേ തന്നെ അത്തമിട്ട് തുടങ്ങി. അതോ അല്ലേ, ഏകദേശം 8 ദിവസം കഴിയാറായി. അതെ അതെ. അപ്പോൾ ആ ഒരു പൂവിൻ്റെ വിശേഷങ്ങളിലേക്കാണ്. പൂക്കളൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളൊരു, സ്വാഭാവികമായും തമിഴ്നാട്ടിൽ നിന്നായിരിക്കുമല്ലോ. അല്ല, നമ്മുടെ ഇവിടെ ഉണ്ടെന്നേ. നമുക്ക് ആ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. പൊന്നോണത്തെ വരവേൽക്കാൻ തമിഴ്നാട് പൂക്കളെ മാത്രം ആശ്രയിച്ചിരുന്ന ഇടുക്കിക്ക് ഇനി അഭിമാനിക്കാം. ഹൈറേഞ്ചിന്റെ സ്വന്തം മണ്ണിൽ വിരിഞ്ഞ ഓണപ്പൂക്കളാൽ വിസ്മയ കാഴ്ച ഒരുക്കുകയാണ് സേനാപതി ഗ്രാമം. തരിശുഭൂമിയെ മനോഹരമായ പൂപ്പാടമാക്കി മാറ്റിയിരിക്കുകയാണ് വടക്കേക്കര വീട്ടിൽ സിന്ധു കണ്ണൻ എന്ന കർഷക. കാണാമാ റിപ്പോർട്ട്. ഏലത്തിന്റെ സുഗന്ധം നിറയുന്ന ശാന്തൻപാറയ്ക്കും ഉടുമ്പൻചോലയ്ക്കും മധ്യേയുള്ള സേനാപതിയിലാണ് ഈ പൂവസന്തം. തരിശുകിടന്ന 1/2 ഏക്കറോളം പാടശേഖരം പാട്ടത്തിനെടുത്താണ് സിന്ധു കൃഷി ഇറക്കിയത്. കഴിഞ്ഞ വർഷത്തെ പരീക്ഷണം വിജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിൽ ബംഗളൂരുവിൽ നിന്നെത്തിച്ച ഗുണമേന്മയുള്ള 4000-ഓളം ഹൈബ്രിഡ് തൈകളാണ് ജൂണിൽ നട്ടുപിടിപ്പിച്ചത്. മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ചെണ്ടുമല്ലിയും വാടാമുല്ലയും ജമന്തിയും പൂത്തുലഞ്ഞു നിൽക്കുന്ന പാടം ഇന്ന് ഓണവിപണി കീഴടക്കാൻ പൂർണ്ണസജ്ജമാണ്. തുടർച്ചയായ മഴ വെല്ലുവിളിയായെങ്കിലും കൃത്യമായ പരിപാലനത്തിലൂടെ സിന്ധു പ്രതികൂല കാലാവസ്ഥയെ തോൽപ്പിച്ചു. ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന അത്തപ്പൂക്കള മത്സരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വൻതോതിൽ പൂക്കൾക്ക് ഓർഡറുകൾ ലഭിച്ചു കഴിഞ്ഞു. ശരിക്കും മനസ്സിനും കണ്ണിനും ഒരു കുളിർമയായിരുന്നു. കൃഷി ചെയ്തവർക്കും കാണികൾക്കും ഈ പൂ വാങ്ങിക്കാൻ വന്നവർ എല്ലാവരും അങ്ങനെ തന്നെ പറയും, അടുത്ത വർഷം ഇത് തന്നെ ചെയ്യണം എന്നുള്ള ഒരു പ്രചോദനം തന്ന കാരണമാണ് ഈ വർഷം അങ്ങനെ ചെയ്യാനായിട്ട് മുന്നോട്ടിറങ്ങിയത്. പക്ഷേ നമ്മുടെ കാലാവസ്ഥ കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയുള്ള കൃഷി വന്നില്ല. വിളവെടുപ്പ് നല്ല രീതിയിലല്ലായിരുന്നു. ലാഭമാണ്. ആദ്യത്തെ മുതൽ മുടക്ക് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിലാണ്. പിന്നെ ഫ്രഷായ പൂ നമുക്ക് ഇവിടുന്ന് തന്നെ പറിക്കാമല്ലോ. നമുക്ക് തമിഴ്നാട്ടിൽ പോകണ്ട, കർണാടകയിൽ പോകണ്ട, നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ നമുക്ക് പൂ പറിക്കാം. പൂക്കൾ വാങ്ങാൻ എത്തുന്നവർക്ക് പുറമെ സുന്ദരമായ ഈ കാഴ്ച കാണാനും ചിത്രങ്ങൾ പകർത്താനുമായി നിരവധി സഞ്ചാരികളും ഇവിടേക്ക് എത്തുന്നുണ്ട്. അമൃത ന്യൂസ്, ഇടുക്കി. വീണ്ടും പൂക്കളുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. പൂക്കളുടെ വിശേഷം തീരുന്നില്ല. അതെങ്ങനെയാ ഓണം തീരുന്ന വരെ പൂക്കളുടെ വിശേഷവും തീരില്ല. ഇതിപ്പോൾ എവിടെ നിന്നാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണോ അതോ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കൃഷിയാണോ? ഇത് നമ്മുടെ നാട്ടിൽ അത്ര ആളുകൾ മോശമൊന്നും അല്ല. അപ്പോൾ ഇങ്ങനെ കാലം കഴിയും തോറും നമ്മളിങ്ങനെ കൂടുതൽ സ്വയം പര്യാപ്തത കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും. അപ്പോൾ എന്തായാലും വർഷങ്ങളായി കാട് പിടിച്ചു കിടന്ന പാറപ്പുറത്ത് ചെണ്ടുമല്ലി കൃഷിയുടെ വർണ്ണക്കാഴ്ചയൊരുക്കുകയാണ് കാസർഗോഡ് നിന്ന്. അപ്പോൾ കാസർഗോഡ് രാവണേശ്വരം പുരുഷ സ്വയം സഹായ സംഘം ഒരുക്കിയ ഓണക്കാല പൂക്കൃഷി ആയിരങ്ങളെ ആകർഷിക്കുകയാണ്. വിരിഞ്ഞു നിൽക്കുന്ന ഹൈബ്രിഡ് ചെണ്ടുമല്ലികൾക്കിടയിൽ നിന്ന് സെൽഫി എടുക്കാനുള്ള തിരക്കാണ്. അതാണിപ്പോൾ എല്ലായിടത്തും കാണുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ആ വിശേഷങ്ങളിലേക്ക്. ചെണ്ടുമല്ലിപ്പൂക്കളുടെ വർണ്ണവസന്തം സമ്മാനിക്കുകയാണ് രാവണേശ്വരത്തെ പൂന്തോട്ടം. എത്ര കണ്ടാലും മതിവരാത്ത വർണ്ണ കാഴ്ച. ഒരേക്കർ സ്ഥലത്ത് വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾക്കിടയിൽ നിന്ന് ഓണം സെൽഫി എടുക്കുന്ന തിരക്കിലാണ് നാട്ടുകാരും സമീപത്തായുള്ള രാവണേശ്വരം ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകരും. രാവണേശ്വരം പുരുഷ സ്വയം സഹായ സംഘമാണ് ഓണം ലക്ഷ്യമാക്കി ചെണ്ടുമല്ലിപ്പൂക്കളുടെ വർണ്ണഭംഗി വിളയിച്ചത്. 2.5 മാസം മുൻപ് 1700 തൈകളുമായാണ് ചെണ്ടുമല്ലി കൃഷി തുടങ്ങിയത്. വിത്ത് നമ്മളിതിൻ്റെ ചെടി സംഘടിപ്പിച്ച മടിക്കയിൽ നിന്നാണ് നമ്മളിത് സംഘടിപ്പിച്ചത്. നല്ല രീതിയിലുള്ള ചെടികളായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മുടെ ഈ സംഘത്തിൽ 11 പേരുണ്ട്. അവിടെ കൂട്ടായ നല്ലൊരു പ്രവർത്തനം കൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ നമുക്കിത് വികസിപ്പിച്ചെടുക്കാനും ഇത്ര നല്ലൊരു വിളവ് നമുക്ക് സമ്മാനിക്കാനും സാധിച്ചത്. ഓണാഘോഷത്തിന്റെ ആരവത്തിൽ പൂക്കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം നിർവഹിച്ചു. നമുക്ക് അതിശയിപ്പിക്കുന്ന നിലയിലേക്കുള്ള വർണ്ണഭംഗിയാണ് യഥാർത്ഥത്തിൽ രാവണേശ്വരത്ത് ഈ ചെറുപ്പക്കാരുടെ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച
കാഴ്ച എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ രാവണേശ്വരത്തിൻ്റെ കാസർഗോഡിനും കേരളത്തിനുമുള്ളൊരു ഓണസമ്മാനമാണ് യഥാർത്ഥത്തിൽ ചെണ്ടുമല്ലി കൃഷി എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നു. നാട്ടുകാർക്കും ക്ലബ്ബുകൾക്കും ഓണത്തിന് പൂക്കളം തീർക്കുവാനായി മിതമായ നിരക്കിൽ ഇവിടെ നിന്ന് പൂക്കൾ നേരിട്ട് നൽകും. ഓണം വർണ്ണാഭമാക്കാൻ രാവണേശ്വരത്തെ പാറപ്പുറത്ത് ചെണ്ടുമല്ലികൾ വിരിഞ്ഞു നിൽക്കുകയാണ്. ഒരേക്കർ വരുന്ന പ്രദേശത്താണ് ഈ മനോഹര കാഴ്ച. ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്, കാസർഗോഡ്. ഇതുവരെ നമ്മൾ ആളുകൾ ഒരുക്കിയ പൂക്കാഴ്ചയാണ് കണ്ടത്. ഇനി പ്രകൃതി ഒരുക്കിയ ഒരു പൂക്കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ആളുകളുണ്ട് കേട്ടോ, ആളുകളുടെ അധ്വാനം ഉണ്ട്, അങ്ങനെ കുറച്ച് കാണണ്ട. ഏതായാലും നമ്മൾ പോകുന്നത് ഇപ്പോൾ കോട്ടയം മലരിക്കലിലേക്കാണ്. ഓണനാളുകളിൽ മലരിക്കൽ ആമ്പൽ വസന്തം കാണാൻ സന്ദർശകരുടെ തിരക്കാണ് നടക്കുന്നത്. ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ആമ്പൽപ്പാടം കാണാൻ മലരിക്കലിലേക്ക് എത്തുന്നുണ്ട്. അമ്പൽപ്പാടങ്ങളുടെയും കോട്ടയത്തെ പൈതൃക കേന്ദ്രങ്ങളുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ 3D ഗാലറി കൗതുക കാഴ്ചകളാണ് അവിടെ സമ്മാനിക്കുന്നത്. ആമ്പൽ ഗ്രാമം എന്ന് പേരുകേട്ട മലരിക്കലിൽ ഇത്തവണ പിങ്ക് വസന്തം ഒരുങ്ങിയിട്ട് 1.5 മാസം പിന്നിട്ടു. 10,000-കണക്കിന് ആളുകളാണ് ഇതിനിടെ ആമ്പൽ വസന്തം കാണാനെത്തിയത്. ഓണക്കാലമായതോടെ സന്ദർശകരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. എറണാകുളത്ത് നിന്ന് ഞങ്ങൾ വരികയാണ്. ഇതൊന്ന് വളരെ ഈ ബോട്ട് യാത്രയും ഈ പൂക്കൾ, അല്ലെങ്കിൽ പൂക്കൾ ഭയങ്കര നല്ല നമുക്ക് സന്തോഷം തരുന്ന സംഗതിയില്ല. വളരെ നല്ലൊരു യാത്രയായിരുന്നു. നന്നായി എൻജോയ് ചെയ്തു. രാവിലെ വെളുപ്പാങ്കാലത്തുള്ള യാത്രയല്ലേ, അതുകൊണ്ട് നല്ല ഇതായിരുന്നു. അയ്യോ, ഇത് കണ്ടില്ലെങ്കിൽ ജീവിതം വേസ്റ്റാവും. ഞങ്ങൾ ഇംഗ്ലണ്ടിൽ നിന്ന് ഈ സമയം നോക്കി വന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ കാണേണ്ടവരൊക്കെ കണ്ടോണം. വെരി നൈസ്, ഒത്തിരി ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. ആദ്യമായിട്ടാണ് വരുന്നത്, ഇനിയും വരാൻ തോന്നുന്നു. സന്ദർശകരെ ആമ്പൽപ്പാടങ്ങളിലൂടെ കൊണ്ടുപോയി കാഴ്ചകൾ കാണിക്കാൻ 100-കണക്കിന് വള്ളങ്ങളുമുണ്ട്. ഒരു അപകടം കൂടാതെ പോലും നമ്മൾ അവരെ കൊണ്ട് കരയ്ക്ക് എത്തിച്ച് അവരെ വണ്ടിയെ കയറ്റി വിട്ട ശേഷമേ ഉള്ളൂ ഞങ്ങൾ വള്ളത്തിൽ നിന്ന് മാറത്തുള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കൊണ്ടുപോകുന്ന ഒരാളുണ്ടല്ലോ, അങ്ങേര് ഞങ്ങൾക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല. ഇത്രയും നല്ലൊരു ഡ്രൈവർ ശരിക്കും കണ്ടിട്ടില്ല. ഇഷ്ടംപോലെ സ്ഥലത്ത് പോകുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഇത് നല്ലൊരു അനുഭവം. ഫോട്ടോഷൂട്ടിന് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരും ആമ്പൽ പൂക്കൾ കെട്ടുകളായി വിൽക്കുന്നവരുമൊക്കെയായി ആമ്പൽ വസന്തത്തിലൂടെ വരുമാനം കണ്ടെത്തുന്നവർ വേറെയുമുണ്ട്. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാർ ബഹളം അവിടെ. കാരണം നമുക്ക് വരുന്ന ഗസ്റ്റുകൾ മുഴുവൻ ഇത് ചോദിക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ഇത് വന്നോടുകൂടി ഞങ്ങൾക്ക് ഒരു ചെറിയൊരു വരുമാനം ഞങ്ങൾക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്. മലരിക്കൽ ടൂറിസം കേന്ദ്രത്തിൽ ആരംഭിച്ച VR ആൻഡ് 3D എക്സ്പീരിയൻസ് സെന്റർ സന്ദർശകർക്ക് ആമ്പൽ ഗ്രാമത്തിന്റെയും കോട്ടയത്തെ പൈതൃക കേന്ദ്രങ്ങളുടെയും വേറിട്ട കാഴ്ചകൾ സമ്മാനിക്കുകയാണ്. വെർച്വയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്ന ഈ കേന്ദ്രത്തിൽ ലോകത്തിലെ വിവിധ പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് വെർച്വലായി യാത്ര ചെയ്യാനുള്ള അവസരവും ഒരുക്കുന്നുണ്ട്. ആമ്പൽപ്പാടങ്ങളിലെ വിദൂര കാഴ്ചകൾ ബൈനോക്കുലറിലൂടെ കണ്ട് ആസ്വദിക്കാൻ കഴിയുന്നതിനൊപ്പം 3D മൂവി തിയേറ്റർ അനുഭവവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ കേരളത്തിലെ തന്നെ മെയിൻ ഡെസ്റ്റിനേഷൻസിൻ്റെ എല്ലാം 3D പിക്ചേഴ്സ്, 3D ഗാലറി എന്നുള്ളതൊക്കെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സാധനം ചെയ്യുന്നത്. ഇതിന് താഴെ മലരിക്കൽ ആമ്പൽ ടൂറിസത്തിൻ്റെ പിക്ചേഴ്സും 3Dയിൽ നമുക്ക് കാണാം. നമുക്ക് അണ്ടർ വാട്ടർ സ്പേസ്, പിന്നെ ഗെയിംസ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വെർച്വൽ റിയാലിറ്റിയിലൂടെ കാണാം. പിന്നെ ബൈനാക്കുലർ. മലരിക്കലിൻ്റെയും പരിസര പ്രദേശങ്ങളുടെയും നാട്ടുവിശേഷങ്ങളും ചരിത്രപരമായ പ്രത്യേകതകളും കഥപറച്ചിലിൻ്റെ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഓറൽ തിയേറ്ററും വൈകാതെ ഇവിടെ പ്രവർത്തനം ആരംഭിക്കും. ഇതോടെ മലരിക്കൽ കേവലം ആമ്പൽപ്പൂക്കൾ കാണാനുള്ള ഒരു സ്ഥലം എന്നതിനപ്പുറം പുതിയ സാങ്കേതിക വിദ്യകൾ അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒരു ഇടം കൂടിയായി മാറും. അമൃത ന്യൂസ്, കോട്ടയം. അപ്പോൾ ഓണക്കാലമായിട്ട് ഇങ്ങനത്തെ വിശേഷങ്ങൾ മാത്രം മതിയോ? വാർത്ത മാത്രം പോരാ. അതിഥിയുണ്ട്, അതിഥിയിലേക്ക്. അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് മലയാളികളുടെ പ്രിയ ഹാസ്യതാരം ഉണ്ണിരാജ് ചെറുവത്തൂരാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്? അദ്ദേഹത്തിൻ്റെ ഓണവിശേഷങ്ങളൊക്കെ കേൾക്കാം നമ്മുടെ കാസർഗോഡ് നിന്നും അനൂപ് നീലേശ്വരത്തിനൊപ്പം ഉണ്ണിരാജ. ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഇന്ന് പ്രേക്ഷകരുമായി ഓണം വിശേഷങ്ങൾ പങ്കുവെക്കാനായി എത്തിയിരിക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയ ഹാസ്യതാരം ഉണ്ണിരാജ് ചെറുവത്തൂരാണ്. ഉണ്ണിയേട്ടനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല, കാരണം 100 കണക്കിന് കഥാപാത്രങ്ങളിലൂടെ ജനമനസ്സുകളിൽ കയറിയിട്ടുണ്ട്. ഉണ്ണിയേട്ട, വർണ്ണവസന്തം തീർക്കുന്ന ഓണത്തിനെ എങ്ങനെയാണ് വരവേൽക്കുന്നത്? ആദ്യം എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണം എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് മാത്രമല്ല പ്രകൃതിൻ്റെയും കൂടിയാണ്. വരവറിയിച്ച് കർക്കിടകം കഴിഞ്ഞ് ചിങ്ങമാസത്തിൽ ഓണം പൂത്തുലഞ്ഞ് നിൽക്കുന്നുണ്ടോ, മൊത്തം പൂമ്പാറ്റകൾ, പൂക്കൾ, പുഴകൾക്ക് തന്നെ ഒരു വേറൊരു സൗന്ദര്യമാണ്. അപ്പോൾ ഓണം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം മനസ്സിൽ ഭയങ്കര ആ ദിവസം. ഒന്നാമത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
ജാതിയോ മതമോ ഒരു കുന്തുമില്ല. നമുക്ക് ഒരു ഓണം ഉണ്ടായിരുന്നു പണ്ട് കുട്ടിക്കാലത്ത്. കാലം മാറുമ്പോൾ നമുക്ക് പ്രായമായി, അപ്പോൾ നമ്മളെ മക്കളുണ്ട്, രണ്ടും വ്യത്യസ്തമാണ്. കാരണം അവരെ ഒരു ട്രെൻഡുണ്ട്, നമുക്കൊരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യത്തിൻ്റെ ഓണമായിരുന്നു. പണ്ട് ഓണം, വിഷു, ആരെങ്കിലും വിളിച്ചാൽ കല്യാണം, ഇത് മാത്രം സദ്യ. ഇതെല്ലാ നമ്മളെ 2 3 കൂട്ടാനില്ലാതെ ഒരു ചോറുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടോ? നമുക്കന്ന് ഒരു കറി ഉണ്ടെങ്കിൽ ആയി. പക്ഷെ നമുക്കത് കുഴപ്പമുണ്ടാകുന്നില്ല അന്നത്തെ കാലം. പക്ഷേ അന്നെന്ന് പറഞ്ഞാൽ നെൽകൃഷി ഇഷ്ടംപോലെ ഉണ്ട്. അന്ന് നമ്മുടെ നാട് കൃഷി മാത്രമാണ് നമ്മളിപ്പോൾ എൻ്റെ അമ്മ കഷ്ടപ്പെട്ടിട്ട് പണിക്കോല്, കണ്ടത്തിലാണ് പണിക്കോല്, മൂരാൻ പോലെ, മുതിക്കാൻ പോലെ, അതിന് കിട്ടുന്ന നെല്ല് കൊണ്ടുവന്നിട്ട് ആണ് നമ്മുടെ എല്ലാം ജീവിതം. നെല്ല് വീട്ടിൽ കൊടുത്തിട്ട് ആടുന്ന് സാധനം മേടിച്ചിട്ട് വരുന്ന ഒരു കാലം. അപ്പോൾ ഇന്നങ്ങനെയല്ല, ഇന്ന് അങ്ങനെ വലിയ കഷ്ടപ്പാടൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. നാട്ടുപൂക്കൾ തേടിയായിരുന്നു ഓണത്തിനായിട്ട് കുട്ടികളെല്ലാം പറമ്പിൽ പോയത്. ഇന്ന് ആ കാലമില്ല. ഇന്നിങ്ങനെ വിശാലമായി കിടക്കുന്ന പറമ്പുകളിലെല്ലാം ചെണ്ടുമല്ലി കൃഷി അടക്കം ഓണം ലക്ഷ്യമാക്കി വ്യാപകമായിട്ടുണ്ട്. അല്ല, ആ ഒരു കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഉണ്ണേട്ടൻ ഓർത്തെടുക്കുന്നത്? ആ കാലഘട്ടത്തിൽ നമുക്ക് ഇതുപോലെ കൃഷി ചെയ്യേണ്ട ആവശ്യമില്ല. പൂക്കളെ നമ്മൾ ഓണത്തിൽ തുമ്പപ്പൂരിയൽ നമ്മൾ പറയും. അപ്പോൾ തുമ്പപ്പൂ, കാക്കപ്പൂ കുന്നുമ്മ പോയാൽ നിറയെ കാക്കപ്പൂ ഉണ്ടാവും, തുമ്പപ്പൂ ഉണ്ടാവും, ഹനുമാൻഗിരിയുടെ എന്ന് പറയും നമ്മുടെ ഒരു നല്ല പൂക്കളുണ്ട്. ഇങ്ങനെ കുറേ പൂക്കൾ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് നമ്മളെ കൂട്ടുകാരെ ഒന്നിച്ച് ഈ കോട്ടാളയുണ്ട്. കോട്ടാള എന്ന് പറഞ്ഞാൽ ഇല കൂട്ടിയിട്ട് അതിനകത്ത് ഒരു ഈർക്കിൽ കൂത്തി കഴിഞ്ഞാൽ കോട്ടാള, അതിലാകുമ്പോൾ ഒരു തുമ്പപ്പൂ ഇരിയൽ, അതൊക്കെ നമ്മളെൻ്റെ ഭയങ്കര ഓർമ്മയാണ്. ഇന്നമ്മ പൂക്കൾ പൈസ കൊടുത്താൽ കിട്ടുന്ന സ്ഥലമുണ്ട്. പണ്ട് ഓണത്തിന് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും പ്രധാനം, നമുക്ക് ഓണത്തിന് ആ സദ്യനെ കഴിച്ച് സിനിമക്ക് പോകുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് നാട്ടിലെല്ലായിടത്തും ഉണ്ടായ ഒരു സംഭവമായിരുന്നു. മൊത്തം ആ ദിവസം നമ്മുടെ സിനിമ തിയേറ്ററിൽ എൻ്റെ ജീവിതത്തിൻ്റെ നമ്മുടെ കാഞ്ഞങ്ങാട് വിനായക തിയേറ്റർ, ദീപ്തി തിയേറ്റർ, കൈലാസ് തിയേറ്റർ, ഈ തിയേറ്ററാണ് നമ്മളെ സിനിമക്കോല്. മമ്മൂട്ടി, മോഹൻലാൽ, ഈ 2 സെക്ഷനാണ് നമ്മുടെ കളിക്കൂട്ടുകാർ. മമ്മൂട്ടിൻ്റെ കുറച്ച് ആൾക്കാരുണ്ടാവും, മോഹൻലാലിൻ്റെ ആൾക്കാരുണ്ടാവും. ഉറപ്പായിട്ടും ഈ ഓണത്തിന് റിലീസ് പടം ഉണ്ടാവും. അത് പൊളിക്കുന്ന മാത്രമല്ല, ആടെ പോയി ഓൺലൈൻ ടിക്കറ്റ് ഒന്നുമല്ലല്ലോ, കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാണ്. ആ ചെറിയ ഓട്ടേൻ്റെ ഉള്ള കൈയിട്ടിട്ട് തിരിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് കിട്ടിട്ട് ഓടിച്ചാടി, മുമ്പിലെ പൈസ ഉണ്ടാവുമല്ലോ, ഓടിപ്പോയി ആളിൽ നിന്ന് സന്തോഷം കിട്ടിയിട്ട് വീട്ടിലേക്ക് വന്നു. ഉണ്ണേട്ടൻ ഇപ്പോൾ ചെയ്യുന്ന ഒരു ഹിറ്റായ ഒരു കഥാപാത്രത്തിനെ കുറിച്ച് ഒന്ന് പറയാം നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. സിനിമയിൽ ഭയങ്കര ഹിറ്റായതെന്ന് പറഞ്ഞാൽ അതെ അഖിലേഷ് ചേട്ടനാണ്. അപ്പോൾ അടി കൊണ്ട് മറ്റേ കാമുകൻ തരുൺമൂർത്തിൻ്റെ പടത്തിൽ ഭയങ്കര വൈറലായ ഒരു കാലമാണ്. സിനിമ ഇപ്പോൾ എത്ര ചെയ്തു? ഇപ്പോൾ 85-86 സിനിമ ഞാൻ ചെയ്തു. ചെറുതും വലുതുമായ കഥാപാത്രങ്ങൾ ചെയ്തു. നായകനായിട്ട് 2 സിനിമ ചെയ്തു. ദേശീയ അവാർഡ് കിട്ടിയ സെന്നാഗ്ഡേൻ്റെ അവിഹിതം എന്ന കഥ, അതിലൊരു വേണോട്ടൻ, ടൈലർ വേണോട്ടൻ എന്ന് പറഞ്ഞ സംഭവം ചെയ്ത് അത് ഇപ്പോൾ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ അതിൽ നോമിനേഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഉണ്ട്. പിന്നെ മികച്ച ഹാസ്യതാരത്തിൻ്റെ നോമിനേഷൻ. അതൊക്കെ ഭയങ്കര, ഞാനൊന്നൊരു സാധാരണ NSR എന്ന് പറഞ്ഞാൽ ഭയങ്കര ലെവല് റേഞ്ച്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ വേഷം ചെയ്യാൻ പറ്റിയതെല്ലാം ഏറ്റവും സന്തോഷമാണ്. അതുപോലെ പുഷ്പാങ്കദൻ 1-ാം സ്വയംവരം എന്ന സിനിമ തിയേറ്റർ റിലീസാണ്. അതിൽ ഞാൻ നായകനായിരുന്നു, പുഷ്പാങ്കദനായിട്ട് അഭിനയിച്ചു. അങ്ങനെ കുറേ സിനിമകൾ ചെയ്യുന്നു. കുഞ്ഞ് വന്നു പോകുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പവും വന്നു പോകുന്ന സിനിമ, ഇപ്പോൾ 2-3 സിനിമ ഞാൻ ചെയ്ത് ജസ്റ്റ് വന്നു പോകും. അത് ഏറ്റവും ഇഷ്ടമാണ്, നല്ലതാണ്. അങ്ങനെയൊന്നുമില്ല. പ്രധാന വേഷമെന്നോ ചെറിയ വേഷമെന്നോ ഇല്ല ഉപനായകനോ നായകനോ വന്നു പോകുന്ന മിന്നായം പോലെ പോയാലും എനിക്കത് സന്തോഷത്തോടെ സ്വീകരിച്ച് ഞാനിപ്പോൾ സിനിമക്ക് പോകുന്നത് ഏറ്റവും ഇഷ്ടമാണ്. നമ്മളെ വിളിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം. അങ്ങനെ നമ്മുടെ ഉണ്ണിരാജ് വേണമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആ വേഷം ഉണ്ടെന്ന് പറഞ്ഞു, അത് മതി, അത് ഇങ്ങനെ എല്ലാവരും. അപ്പോൾ അങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 85-86 സിനിമകൾ ചെയ്തു. സിനിമാ മേഖലയിൽ സജീവമായ ശേഷമില്ലേ ഈ മിനി സ്ക്രീൻ രംഗത്തും? അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ഓണത്തിൻ്റെ തിരക്ക്. ഓണം പിന്നെ ഇപ്പം മുമ്പ് നമ്മളെല്ലാം ടൈമിൽ നമ്മൾ ആ ഒരു കാലത്ത് പിന്നെ നാട്ടിൻപുറം സജീവമായിട്ട് ഇടപെടും. എല്ലാ ദിവസവും പരിപാടിയാകും. 2 ദിവസം വരെ വെക്കേഷൻ ടൈമാണ് പിള്ളേർമാർക്കെല്ലാം. അപ്പോൾ ഓണക്കളികൾ, ചട്ടി റേസ്, പിന്നെ ഓട്ടം, അങ്ങനെ പിന്നെ ബലൂൺ റേസ്, ഇങ്ങനത്തെ കുറേ ബിസ്ക്കറ്റ് തീറ്റ പിന്നെന്താന്ന് പറയണ്ട, പിന്നെ എന്താണ് പരിപാടി, പ്രച്ഛന്ന വേഷ മത്സരം, അവസാനം ഒരു നാടകം, നാട്ടിൻപുറത്തൊരു നാടക പ്രധാനമാണ്. 2 മണിക്കൂർ നാടകമൊക്കെ ചെയ്യും. അപ്പം ആരും നമ്മൾ അഭിനയിക്കാൻ ഉണ്ടാവില്ല, എന്നാൽ നാടകം കാണും. അത് ക്ലബിൻ്റെ പരിപാടികൾ സജീവമാണ്. ഓണം വരാൻ കാത്തേക്കുന്ന ഈ പരിപാടിയെല്ലാം ഉണ്ടാവുമല്ലോ പറഞ്ഞിട്ട് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. പിന്നെ അതിങ്ങനെ വന്ന് പിന്നെ പരിപാടി ഇല്ലാണ്ടായി. പക്ഷെ ഇപ്പം അടുത്ത കാലത്ത് 2-3 വർഷം 4-5 വർഷത്തിന് ഇങ്ങോട്ട് സജീവമാണ് കേട്ടോ. ഇപ്പം മഴയിലൊരു പ്രശ്നമുണ്ടെങ്കിലും എല്ലാ സ്ഥലത്തും ക്ലബ്ബ് വാർഷികം പരിപാടികൾ, ഓണപ്പരിപാടികൾ, ഓണക്കളികൾ, പിന്നെ
ക്ലബ്ബ്, വായനശാല, സാംസ്കാരിക സംഘടന, പിന്നെ ഓഫീസില്ലേ, ഓരോ ഓഫീസ് ഉണ്ടാവില്ലേ, പ്രൈവറ്റ് ആയാലും മാനേജ്മെന്റ് ആയാലും അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീസിലും ഭയങ്കര ഓണാഘോഷമാണ്, ഭയങ്കര സജീവമാണ്. ആ ഭയങ്കര സന്തോഷം തോന്നുന്നു. എന്താ പറയാ, അതുവരെ എല്ലാവരും ഭയങ്കര എക്സിക്യൂട്ടീവായി, ചില ഓഫീസർമാർ വലിയ റേഞ്ചിലെ ആരെങ്കിലും ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, അതിന് താഴെ ഉണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ അറ്റൻഡർ ഉണ്ടാവും, അങ്ങനെയൊക്കെ എല്ലാവരും അന്ന് ഒന്നാ. ഈ ഓണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആണ് ഈ ഒരു ദിവസം എല്ലാവരും ഒന്നല്ലേ. അന്ന് ഏത് നടന്മാരെയായിരുന്നു കൂടുതൽ അനുകരിക്കാൻ ഇഷ്ടപ്പെട്ടതും ചെയ്തതും? നിങ്ങൾ നമ്മളെ വിടൂല അല്ലേ? ഈ ഉണ്ണിയോട് ക്ഷമിക്കണം, 2-3 നടന്മാരെ ശബ്ദം ചെയ്തുതരാം. എന്താ എന്ത് ചൂട് നിന്റെ ഫ്യൂച്ചർ പ്ലാൻ? സ്വന്തം യൗവനം ദാനം കൊടുത്ത് അച്ഛന്റെ ജരാതരകൾ സ്വീകരിച്ച മകന്റെ കഥ അല്ലതെന്റെ. 6 വർഷം അച്ഛനെ കരപ്പിച്ച ഐ ഹേറ്റ് യു. എന്റെ കൺമുമ്പിൽ വരുന്നത്. ഓക്കെ ആണോ? ഓക്കെ. അടുത്ത ചെയ്യാം. എന്റെ കട്ടിൽ എന്നെ ഒരു നടനുണ്ട് പറയുന്നുണ്ട്, മാളാരവിന്ദൻ. എന്റെ കട്ട് മാളാരവിന്ദൻ ഇത് ചെയ്യുന്നുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. ആരാ ചിരിക്കണത്? ശരി ചക്കളി പ്ലൂട്ടോ പോട്ടെ അല്ല വരട്ടെ. അതെ എന്താ ശബ്ദം മാത്രം കുറച്ച് കളിച്ചു തന്നിട്ടു. എന്റെ ഡയലോഗ് ഒരാളെ കൂടി വേണല്ലേ. ഞാൻ കൊച്ചു പ്രേമൻ. വേണ്ട കേട്ട് ആരാ സിമ്പലടിച്ചത്? ഇവിടെ കഥാപ്രസംഗമുണ്ടോ? സൂസിയാടോ? സൂസി മതിയോ? മതി. പ്രേക്ഷകർ തൃപ്തിപ്പെട്ടു. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, ഞാനത് എന്തെങ്കിലും ചെയ്യേണ്ട ഒരു പാട്ട് പാടാൻ നിൽക്കറിയില്ല, നാടകം കളിക്കും, അതിപ്പോ ഇങ്ങനെ അവതരിപ്പിക്കാൻ പറ്റില്ലോ. അപ്പൊ പ്രേക്ഷകൻ പറഞ്ഞപ്പോ ചെയ്തൂന്നേ ഇല്ലോട്ടാ. നമ്മളെ പ്രേക്ഷകർക്ക് എന്താ പറയാനുള്ളത്? ഇപ്പോ ഈ പ്രേക്ഷകരോട് പറയാനുള്ളത്, പ്രേക്ഷകരാണ് ഒരുപക്ഷെ ഉണ്ണി എന്ന് പറയുന്നത് ഈടെ ഇങ്ങനെ എത്തിച്ച് നിൽക്കുന്നതൊക്കെ പ്രേക്ഷകൻ മാത്രമാണ്. പ്രേക്ഷകൻ എന്ന ഒരു സപ്പോർട്ടുണ്ട്. ഏടെ കണ്ട റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് കാലം കിടന്നുറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഈ നമുക്ക് റൂം എടുക്കാനൊന്നും പൈസ ഉണ്ടാവില്ല. 10, 25, 28 വർഷം കലോത്സവ വേദിയിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത് നിന്ന് അടുത്തേക്ക് പോകുന്ന പല ജില്ലകളിലും പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ, ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ കിടന്നുറങ്ങി രാവിലെ അവിടെ നിന്ന് തന്നെ ഫ്രഷായിട്ട് പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഒന്നുമില്ല, ആ ഉണ്ണി തന്നെയാണ്. അന്ന് പല സ്കൂളിലും ബെഞ്ച് അടുപ്പിച്ച് വെച്ചിട്ട് അവിടെ കിടന്നുറങ്ങും. നമുക്ക് റൂമൊന്നും തരില്ല. അപ്പോൾ പഠിപ്പിക്കാൻ പോയി രാവിലെ എണീച്ചിട്ട് അവിടെ തന്നെ ബാത്റൂം ഉണ്ടാവും, കുട്ടികളൊക്കെ ഉപയോഗിക്കുന്നത്. അവിടെ തന്നെ കുളിക്കും എന്തെല്ലാം റെഡിയാക്കിയിട്ട് പിന്നെ അവിടെ പഠിപ്പിച്ച സ്റ്റേറ്റിലൊക്കെ 20 കൊല്ലം തുറച്ച് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സമ്മാനം മേടിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു കലോത്സവ വേദിയെ നമുക്ക് മര്യാദക്ക് ഒന്നിനും പങ്കെടുക്കാൻ പറ്റിയില്ല. ആ കാലത്ത് നമുക്കൊന്നും ഇല്ലാത്തതുകൊണ്ടോ എന്തോന്നറിയില്ല, ഇല്ല. അപ്പം അങ്ങനെ വന്നതാണ്. അപ്പോൾ പുതിയ രീതിയിലും പുതിയ കാലത്തും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമാണ്. കലാകാരനായിട്ട് എൻ്റെ യാത്ര തുടരുന്നുണ്ട്. കാരണം ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയ പോലും ഞാൻ മാറ്റിവെച്ച് ഞാൻ ഈ കലയിലേക്ക് യാത്ര തുടർന്ന് നിങ്ങൾ തരുന്ന സ്നേഹമാണ്. വേറെ ഒരു അക്കാഡമിക് ബയോഡാറ്റ ഇല്ലാത്ത ഒരു പാവ ഉണ്ണിയാണ്. അപ്പോൾ അതെന്നും കൂടെ ഉണ്ടാവണം. അത്രയാണ് ഈ ഓണക്കാലം. നല്ല നല്ല ഓർമ്മകളാണ് നമുക്കുള്ളത്. അല്ലെങ്കിൽ പുതിയ കാലത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. ആ യാത്രയിൽ എല്ലാവരും ഒന്നിച്ച് സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും അല്ലെങ്കിൽ നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും എങ്ങനെ യാത്ര ചെയ്യുക. അതുപോലെ മതമോ ജാതിയോ ഒന്നും ഓണത്തിന് ഇല്ല. എല്ലാ മനുഷ്യരെല്ലാം ഒന്നാണ് എന്ന് കാണിക്കുന്ന നല്ല ഒരു ചിന്ത അതെന്നും തുടരട്ടെ. ഈ നമുക്ക് യാത്ര തുടരുമ്പോൾ എന്തും കൂട്ടായ്മയോടെ സ്നേഹത്തോടെ യാത്ര തുടരാമെന്ന് മാത്രമാണ് പറയാനുള്ളത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും അല്ലെങ്കിൽ അമൃത ചാനലിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. കണ്ണൂർ പിലാത്രയിൽ ലോറികൾ കൂട്ടിയിടിച്ച് കത്തി 2 പേർ മരിച്ചു. തകരാറിലായതിനെ തുടർന്ന് ലോറി നിർത്തി അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടെയാണ് അപകടം. നിർത്തിയിട്ട ലോറിയിലേക്ക് ടാങ്കർ ലോറി ഇടിക്കുകയായിരുന്നു. ലോറിയുടെ തകരാർ പരിഹരിച്ചുകൊണ്ട് നിന്ന മെക്കാനിക്കും സഹായിയുമാണ് മരിച്ചത്. മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടില്ല. അമ്മയുടെ പ്രഥമ ശിഷ്യനും മാതാമൃതാന്തമയി മഠം വൈസ് ചെയർമാനുമായ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിക്ക് വാഷിംഗ്ടൺ DC-യിലും ന്യൂയോർക്കിലും ഊഷ്മളമായ സ്വീകരണം. അമ്മയുടെ സന്ദേശവുമായി 1 മാസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ഇതോടെ ഭക്തി നിർഭരമായ പരിസമാപ്തിയായി. 1 മാസത്തെ അമേരിക്കൻ സന്ദർശനത്തിന്റെ അവസാന പരിപാടിയായിട്ടാണ് സ്വാമിജി വാഷിംഗ്ടൺ DC-യിലും ന്യൂയോർക്കിലും എത്തിയത്. ഊഷ്മളമായ സ്വീകരണമാണ് സ്വാമിജിക്കായി ഒരുക്കിയത്. തുടർന്ന് സ്വാമിജിയുടെ സത്സംഗവും ഭജനയും ധ്യാനവും നടന്നു. തപസ് മീൻസ് ഹീറ്റ്. Whenever you desire something, when that desire becomes intense, when it becomes a longing, an unquenchable thirst, then it is cosmic. माता रानी ने कृपा बरसाई
मेरे घर गल पूरी होंदी आई माता रानी ने की तू सुनवाई मेरी हर गल पूरी होंदी आई എല്ലാവർക്കും സ്വാമിജി പ്രസാദം വിതരണം ചെയ്തു. അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി സ്വാമിജിയുടെ ഒരു മാസത്തെ പര്യടനത്തിന് ഇതോടെ ഭക്തിനിർഭരമായ പരിസമാപ്തിയായി. Feel the vibrations of this mantra Om in each and every cell of your body. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. നമുക്ക് ഡിജിറ്റൽ ലോകത്തെ വിശേഷങ്ങളാണ് കാണേണ്ടത് അല്ലേ ശ്രീജ? ഡിജിറ്റൽ വൈബ്സിലേക്ക്. ന്യൂസ് ടൈമിന് ഒരു ഫൺ ബ്രേക്ക്. വെൽക്കം ടു ഡിജിറ്റൽ വൈബ്സ്. ടിക്കറ്റ് ഫ്രീ ആണെന്നറിഞ്ഞ് കയറിയതാണോ ആവോ? ഫാസ്റ്റ് പാസഞ്ചർ ആണെന്ന് ഇനി എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? അടി തെറ്റിയാൽ ആനയും വീഴും. ചുമ്മാ പറഞ്ഞതല്ല കേട്ടോ, ഇതൊന്ന് കണ്ടു നോക്ക്. വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു തൈ എടുക്കാമായിരുന്നു. ഇനി എന്തൊക്കെ കാണണം? പാതാളത്തിൽ നിന്ന് മാവേലി ബൈക്കിലാണോ വന്നത്? എന്തായാലും കളറായിട്ടുണ്ട്. ജെൻസിക്ക് മാത്രമല്ല കേട്ടോ, ഈ സ്നേഹക്കൂട്ടിലും ആഘോഷത്തിന് ഒരു കുറവുമില്ല. ഡിജിറ്റൽ ലോകത്തെ പുത്തൻ വൈബ്സുമായി വീണ്ടും കാണാം. ബൈ ബൈ. ഈ സന്തോഷ വിശേഷങ്ങളോടെ ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകളുണ്ട്, അതിൻ്റെ അപ്ഡേഷൻസ് ഉണ്ട്. അതെല്ലാം അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കും. നമസ്കാരം.